വിപ്ലവ സൂര്യന്റെ അസ്തമനം. അതാണ് CPIഎമ്മിന് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതിനിടെയാണ് കഴിഞ്ഞ 19-ാം തീയതി അസുഖബാധിതനായി സീതാറാം യെച്ചൂരിയെ എയിംസിൽ പ്രവേശിപ്പിച്ചത്. ദില്ലി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ സീതാറാം യെച്ചൂരി JNUവിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. JNU കാലഘട്ടം മുതലാണ് സീതാറാം യെച്ചൂരി എന്ന പേര് നമ്മൾ ഉയർന്നു കേട്ടു തുടങ്ങുന്നത്. അത് ഈ 2024 ആകുമ്പോൾ ഇത്രയും പതിറ്റാണ്ടുകൾക്കിടയിൽ കൂടുതൽ ഉച്ചത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന, കത്തിജ്വലിച്ച് നിൽക്കുന്ന വേളയിലാണ് അദ്ദേഹത്തിന്റെ വിയോഗം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ഞാനിപ്പോൾ ആലങ്കാരികമായി പറഞ്ഞതല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന 72ന്റെ നിറവിലായിരുന്നു സീതാറാം യെച്ചൂരി. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനും ചെയ്യാനും പ്രതിപക്ഷം ശക്തിയാർജിച്ചു വരുമ്പോൾ അതിന്റെ മുൻനിരയിൽ നിൽക്കാനും വേണ്ടിയിരുന്ന ഒരു നേതാവിനെയല്ലേ നമുക്ക് നഷ്ടപ്പെടുന്നത്? കാരണം വെച്ചാൽ നമ്മൾ ചരിത്രം എപ്പോഴും യെച്ചൂരിയെ കാണാൻ പോകുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലുണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങളുണ്ട്. ആ വലിയ മാറ്റങ്ങളുടെ ചാലകശക്തിയായി പ്രവർത്തിച്ച വിരലിലെണ്ണാവുന്ന നേതാക്കളിൽ ഒരാളായി തന്നെ ചരിത്രം നിശ്ചയമായും സീതാറാം യെച്ചൂരിയെ വിലയിരുത്തും. നമുക്കറിയാലോ, 2015 അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നത്. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് സീതാറാം യെച്ചൂരിയുടെ വരവെന്ന് പറയുന്ന അത്ര സുഗമമൊന്നും ആയിരുന്നില്ല. ഒരുപക്ഷെ കേരള ഘടകം യെച്ചൂരിയെ അന്ന് ജനറൽ സെക്രട്ടറി കാണാൻ ആഗ്രഹിച്ചിട്ടുമില്ല. എസ് രാമേന്ദ്രൻപിള്ളയായിരുന്നു യഥാർത്ഥത്തിൽ കേരള ഘടകത്തിന്റെ ചോയ്സ്. പക്ഷേ ബംഗാൾ ഘടകവും ത്രിപുര ഘടകവും ഒക്കെ യെച്ചൂരിക്ക് പിന്നിൽ അണിനിരുന്നതുകൊണ്ട് തന്നെയാണ് അന്ന് അദ്ദേഹം 2015 സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആവുന്നത്, ദേശീയ ജനറൽ സെക്രട്ടറി ആവുന്നത്. അന്ന് അദ്ദേഹത്തെ ഞാൻ AKG ഭവനിൽ നിന്ന് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. 2015 തന്നെ അദ്ദേഹം ഈ രാജ്യം കടന്നുപോകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ CPM ഏത് തരത്തിലുള്ള ലിബറലായ നിലപാടുകൾ സ്വീകരിക്കണം, അതാണ് ആ പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴും യെച്ചൂരിയെ CPMനകത്ത് നിന്ന് തന്നെ ആളുകൾ കണ്ടിട്ടുള്ളത് വളരെ ലിബറലായ നേതാവ് എന്നുള്ളതാണ്. ഇപ്പോൾ AK ആന്റണി തന്നെ താങ്കൾ സംസാരിക്കുമ്പോൾ അനുസ്മരിച്ചല്ലോ, സോണിയാഗാന്ധിയുമായി അടുത്ത ബന്ധം, പ്രണബ് മുഖർജിയുമായി അടുത്ത ബന്ധം, രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധം. സുജയ, ഞാൻ മനസ്സിലാക്കുന്നത് അടുത്തിടെ സോണിയാഗാന്ധിയെ കാണാനായിട്ട് യെച്ചൂരി പോയിരുന്നു. ആ സമയത്ത് നിരന്തരമായി അദ്ദേഹം ചുമയ്ക്കുന്നുണ്ടായിരുന്നു. ആ ചുമ വന്ന സമയത്ത് സോണിയാഗാന്ധിയാണ് യഥാർത്ഥത്തിൽ യെച്ചൂരിയോട് പറയുന്നത് എയിംസിൽ പോകണം, ചികിത്സ നേടണം എന്നൊക്കെ. അങ്ങനെ സോണിയാഗാന്ധിയുടെ ഒരു ഇനിഷ്യേറ്റീവ് ഇക്കാര്യത്തിൽ എയിംസിലേക്ക് പോകുന്നതിനകത്തുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിന് ഒട്ടും താല്പര്യം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. കാരണം ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തെ അനുസ്മരിക്കുന്നൊരു ചടങ്ങ് കൽക്കട്ടയിൽ സംഘടിപ്പിച്ചിരുന്നു. അതിന് പോകണം എന്നൊക്കെയുള്ള നിർബന്ധത്തിൽ നിൽക്കുകയായിരുന്നു യെച്ചൂരി. പക്ഷേ യെച്ചൂരിയെ സോണിയാഗാന്ധിയാണ് യഥാർത്ഥത്തിൽ നിർബന്ധിച്ച് എയിംസിലേക്ക് പോകുന്നത്. എയിംസിൽ നിന്നുകൊണ്ട് 22 ഓഗസ്റ്റിന്, അതായത് 10-18 ദിവസം മുമ്പ് അദ്ദേഹം ഒരു വീഡിയോ സന്ദേശം വഴിയാണ് ഈ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ കൽക്കത്തയിലെ ഈ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തത്. ആ വീഡിയോയിൽ പോലും അദ്ദേഹം വളരെ വിശദമായിട്ട് CPM രാഷ്ട്രീയത്തെയും CPM രാഷ്ട്രീയത്തിൽ ബുദ്ധദേവ് ഭട്ടാചാര്യ വഹിച്ച പങ്കിനെയും. ബാലകൃഷ്ണൻ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം ഇപ്പോൾ.